വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, കുറെ നാളായി നമ്മുടെ ക്രിസ്മസിന്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എക്സാം റിസൾട്ട്. അപ്പൊ ഇവർക്ക് സന്തോഷമാണ് ഗൈസ്, അതാണ് ഇവിടെ ഇരുന്ന് പാടുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. പോയി ഗൈസ്, പോയി, എല്ലാം പോയി ഗൈസ്. അപ്പൊ ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാർക്കുകളുടെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ട് ഞാൻ വരാമെന്ന്. അപ്പൊ ഞാൻ നല്ല നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ എല്ലാവരും കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്യണം വിചാരിച്ചത്. കാരണം എനിക്ക് നല്ല നല്ല വലിയ പൊട്ട മാർക്കുകളാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് ഇതിന്റെ അടുത്ത പ്രാവശ്യത്തെ എക്സാമിൽ ഞാൻ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ചോദിക്കണമുണ്ട് റിസൾട്ട് പറയുന്നു. അപ്പൊ അത് കാരണം കൂടെയാണ് ഞാൻ വന്നത് ഗായ്സ്. അപ്പോ നമ്മുടെ റിസൾട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞാറ്റയുടെ റിസൾട്ട്. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ അറിയാലോ, അവർക്ക് നല്ല നല്ല മാർക്കുകളായിരിക്കും. അത് നന്നായി പഠിക്കും. പിന്നെ ഇത് സിമ്പിൾ തന്നെ. അപ്പോ ഇന്ന് എന്റെ മാത്രമല്ല, കുഞ്ഞാറ്റയുടെയും ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് ആണ്. പിന്നെ നമ്മുടെ കുക്കു വലുതായിട്ട് അവന്റെയും എക്സാമിന്റെ റിസൾട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഒരു UKG ഒക്കെ ആവുമ്പോൾ കുക്കുവിന്റെ എക്സാമിന്റെ റിസൾട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. അല്ലെ ഗായ്സ്, നമ്മൾ കാണിക്കുന്ന പറയും കുക്കു നല്ല അടിപൊളി മാർക്കുകൾ വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, ഞാൻ നമ്മുടെ കുക്കുവിനെ അവിടെ കൊടുത്തിട്ട് വരാം. കാരണം ഇവനിവിടെ ഇരുന്ന ഇവനിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ നടക്കില്ല. അപ്പൊ നമ്മൾ പോവാന്ന് പറയും കുക്കു പോവാന്ന് പറയും. ഞാൻ പോവാ. അപ്പൊ ഗൈസ്, എന്റെ ചേച്ചി കുക്കുവിനെ എന്റെ മമ്മയ്ക്ക് കൊടുക്കാൻ പോയി. ചേച്ചി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബുക്കിലിട്ട സാധനം പേടിച്ചുപോയി. ഗൈസ്, നമുക്ക് സന്തോഷത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കുഞ്ഞാറ്റയുടെ റിസൾട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പൊ കാണിച്ചോളൂ. ആദ്യത്തെ പേപ്പർ കളറിംഗ് ആണ്. നമ്മുടെ ഒരു ഫ്ലവറിനെ കളറിങ് ചെയ്യാൻ വേണ്ടിട്ട് ഇവള് ഈ നടുക്കും കൂടെ ഓറഞ്ച് മഞ്ഞ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ ശരിക്കും ബ്രൗൺ ആണ് അടിക്കണ്ടേ. അവളെവിടെ മഞ്ഞ അടിച്ചു വെച്ചു ഗൈസ്. അത് ഫില്ലായിട്ടില്ല. അപ്പം അതിന്റെ ഒക്കെ കൂടെ ഇതും പിന്നെ ഇങ്ങനെ പുറത്ത് പോയിക്കണതൊക്കെ ഫില്ലാവാത്തൊക്കെ ആയിരിക്കും. 40 കിട്ടിയിട്ടുള്ളൂ. 40 മാർക്ക്. ഇങ്ങനെ കാര്യത്തിൽ നോക്കണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിച്ചാലേ നല്ല മാർക്കൊക്കെ തരുള്ളൂ. അപ്പൊ ഇത് ഒരു പേപ്പർ ഇത് ഫില്ലാവാത്തോണ്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇത് അടുക്കില് അവള് മഞ്ഞ അടിച്ചിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷാണ്. അടുത്തത് അപ്പൊ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ കുഞ്ഞായിരിക്കും 46 ഉണ്ട്. 50 46 നല്ല നല്ല മാർക്കുകളാണ് അവള്. എടി ഇത് കേപ്പാണോടി. പിന്നെ എന്തുട്ടത് പറയല്ലേ, നോക്കറിഞ്ഞിട്ട് അവള് ക്യാപ്പ് എഴുതി വെച്ചേക്കണ. അവള് മാർക്ക് കിട്ടിയാണ്. അപ്പൊ 46 പിന്നെ ഇവിടെ തെറ്റിയത്. പിന്നെ തെറ്റുകൾ എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര. അയ്യോ, ആ ഒരെണ്ണം തെറ്റിയാണ്. ഒരെണ്ണത്തിന് 4 മാർക്കാണ്. അപ്പൊ ആ ഒരെണ്ണം തെറ്റിയ കാരണം 46. അപ്പൊ ഇല്ലെങ്കിൽ ഫുള്ളും കിട്ടിയാണ്. ഈ ബോള് ഇവൾക്കറിയാം, ഇപ്പൊ പറഞ്ഞിട്ടാ ബോളിന്ന്. അപ്പൊ 46 ഇംഗ്ലീഷില്. അടുത്തത് മാത്സ് ആണ്. അടുത്തത് മാത്സിൽ 50 ഉണ്ട്. കുട്ടി മാത്സിൽ ബുദ്ധിമതിയാണ്. ഗുഡ് ഗേൾ. നെക്സ്റ്റ്. അപ്പൊ മാത്സിൽ നല്ല മാർക്കുകളുണ്ട്. പിന്നെ അടുത്തത് എൻവിറോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അതിനും 50 ഉണ്ട്. 50. പിന്നെ മലയാളത്തിലും 50 മാർക്കുകളൊക്കെ. അപ്പൊ ഗൈസ്, കുഞ്ഞായിരിക്കും നല്ല നല്ല മാർക്കുകളാണ് കിട്ടിയിരിക്കുന്നത്. അയ്യോ, എടുക്കണ്ട വെച്ചോ. അപ്പൊ നമ്മുടെ കുഞ്ഞാരുടെ മാർക്കുകൾ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞാരുടെ മാർക്കുകൾ നല്ല നല്ല മാർക്കുകളാണ്. ഇനി നമുക്ക് കുറച്ച് ദുർഘടം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കാം. അപ്പൊ ഇനി എന്റെയാണ് പറയാം. എക്സാം എല്ലാവർക്കും നല്ല ടഫായിരുന്നു. പിന്നെ മാർക്കും കുറവൊക്കെ തന്നെയാണ്. എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന മാർക്കിനെക്കാട്ടിലും കുറയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. 100 പകുതിയൊക്കെ ആയിട്ട് കുറയാണ് ചെയ്തത്. എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റത്തെ നമ്മള് ഫിസിക്സ് ആണ്. ഫിസിക്സിലാണെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് 40 12. 40 എത്രയാ? ഫസ്റ്റ് പാസ്സാണ് ഗൈസ്. നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പൊ മാർക്ക് കുറവാണ് ഫിസിക്സിൽ. എനിക്ക് പാടൊക്കെ തന്നെയായിരുന്നു ഫിസിക്സ്. എനിക്ക് ഈ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇത്തിരി പാടുന്ന സബ്ജക്റ്റ് ആണ്. അറിയാം. മാത്സ് ഒന്നും പറയണ്ട. മാത്സിൽ എനിക്ക് 40. എനിക്ക് മുമ്പത്തേൽ 51 ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് 80 40. ഇനി അടുത്തത് ബയോളജി. അയ്യോ, ബയോളജി പറയാൻ വേണ്ട. എനിക്ക് മുമ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു.
എന്നാലും കുറവ് തന്നെയായിരുന്നു, 20 എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് 40-ൽ 13 എന്ന് പറയുമ്പോൾ 14. പിന്നെ അടുത്തത് 40-ല് സംസ്കൃതം കേട്ടോ. അടുത്തത് സാൻസ്ക്രിറ്റ് ആണ്. 40-ല് 31. 30-31. ആരെയൊക്കെ ഞാൻ ഒന്നാക്കി കൂട്ടാം, അങ്ങനെയാണ് ടീച്ചർ പറഞ്ഞേക്കുന്നത്. ആരെയൊക്കെ നിങ്ങൾ ഒന്നാക്കി കൂട്ടുന്നത്. അപ്പൊ ഞാൻ ആരെ തപ്പുന്നുണ്ടായിരുന്നു, കുറെ ആരകളുണ്ടോന്ന് നോക്കാൻ വേണ്ടിട്ട്. പിന്നെ അടുത്തത് കെമിസ്ട്രി. കഴിഞ്ഞ പ്രാവശ്യം കെമിസ്ട്രി 21, 22 ആയിരുന്നു തോന്നുന്നു. ഇപ്രാവശ്യം 40-ൽ 21 ഉണ്ട്. കെമിസ്ട്രി കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം സിമ്പിളായിരുന്നു. ഇതാണ് സിമ്പിള്. ഈ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ഒരു ദിവസമായിരുന്നു എക്സാം. അതിന്റെ ആ പിറ്റേ ദിവസം ബയോളജി. അങ്ങനെ പിന്നെ ഒരു മുടക്ക് പോലും നിന്നിട്ടില്ലേ. ഒരു ആകെ തന്നേക്കണ ഒരു മുടക്കെന്ന് വെച്ചാൽ ശനിയാഴ്ച എക്സാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അടുപ്പിച്ചൊക്കെ ആയ കാരണം എനിക്ക് അധികം അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ടൈം എക്സാമിൽ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ചാപ്റ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര ചാപ്റ്റർ നമുക്ക് നോക്കിയാൽ മതി. പിന്നെ സെക്കൻഡ് ടൈം എക്സാമിലേക്ക് കിടക്കുമ്പോൾ 9 ഉണ്ടാവും. പിന്നെ അവിടെ നിന്നും ഒരു 4-5 പാടുണ്ടാവും. അപ്പോൾ നമ്മള് ഈ 4-5 പാഠം പഠിച്ചു പോയിട്ട് 9 നോക്കില്ല. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഇതും അങ്ങനെ പോകും. അങ്ങനെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പിന്നെ ഞാൻ എക്സാം സമയത്ത് അത്യാവശ്യം നല്ല പോലെ തലകുത്തിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമില്ല. അപ്പം ഇങ്ങനെ പഠിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ ഹിന്ദി എന്ന് പറയുമ്പോൾ അതൊക്കെ ബുദ്ധിയാണ്. ഹിന്ദിയിൽ എനിക്ക് 40-ൽ 15 16. എനിക്ക് ഹിന്ദിയിൽ 40-ൽ 16. ഹിന്ദിയിൽ എനിക്ക് കുറവാണ്. മുമ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അടുത്തത് ഇംഗ്ലീഷിൽ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും 1 മാർക്ക് കൂടി ഉണ്ട്. 1 മാർക്ക്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 64 ഇപ്രാവശ്യം എനിക്ക് 65 ഉണ്ട്. ഇംഗ്ലീഷിൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, കാണിക്കണല്ലേ. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് പേപ്പർ കണ്ടപ്പം സന്തോഷമായി. ഞാൻ ഒരു പേജ് മൊത്തം ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാം. അതെ ഇതുണ്ടോ. ഇതിന് എനിക്ക് ടീച്ചറുടെ സ്നേഹമുള്ളതുകൊണ്ട് 5 മാർക്ക് ഇട്ട് തന്നു. അപ്പോൾ ഇത് പേപ്പർ. പിന്നെ അടുത്തത് 34. എനിക്ക് സോഷ്യൽ സയൻസിൽ 34 അങ്ങനെ 80-ൽ 34. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ നല്ല പൊട്ട മാർക്കുകളാണ്. എക്സാം പേപ്പർ കിട്ടിയപ്പോ അമ്മയുടെ ചീത്തൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അതങ്ങനെ മാറി പിന്നെ മാറിപ്പോയി. പിന്നെ അടുത്ത പ്രാവശ്യം സെറ്റാക്കണം ഗൈസ്. അടുത്ത പ്രാവശ്യം ശരിയാക്കും. ബാക്ക് ചെയ്തിട്ട് അപ്പൊ ഗൈസ് ഞാൻ അടുത്ത പ്രാവശ്യം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യത്തിന് മാർക്കൊന്നും അറിയാൻ പറ്റില്ല. ഇത് ഫൈനൽ എക്സാമിന്. അപ്പം മാർക്ക് അറിയില്ല. ഫൈനൽ എക്സാം അത് കഴിഞ്ഞാൽ 10ാം എനിക്ക് പേടിയാവുള്ളൂ. 10-ക്കൊക്കെ വരും. LKG ഇരുന്നിട്ട്. അപ്പൊ ഗൈസ് നമ്മുടെ മാർക്കുകളുടെ വിശേഷം ഇത്രയൊക്കെയാണ്. നിങ്ങൾ എല്ലാവരും ചോദിച്ച കാരണമാണ് ഞാൻ ഇട്ടത്. ഞാൻ വിചാരിച്ചത് ഇട്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. അപ്പം ഇത്രയുള്ളൂ മാർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹോം ടൂർ കുറച്ചും കൂടെ സെറ്റ് ആകാണ്ട് അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഹോം ടൂർ കാണിക്കും. പിന്നെ ഒരു വലിയ ട്രീ മമ്മയുടെ ഒരു വലിയ ട്രീന്റെ എന്റെ വീട്ടിലെ ഫോട്ടോസ് ഒക്കെ തൂക്കിട്ടു. ഞാനും വെച്ചതാ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയില്ല, പുതിയ വീഡിയോ ആയിട്ട് പറയാം. അങ്ങനെ പറയും. പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും